നമ്മളിപ്പോൾ ഉള്ളത് കോലാറിലെ APMC മാർക്കറ്റിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ മാർക്കറ്റ് ഉള്ളത്. ഇത് കർണാടക ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള തക്കാളിക്ക് വേണ്ടി മാത്രമുള്ളൊരു മാർക്കറ്റാണിത്. ഇത് ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് മാർക്കറ്റാണ്. സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ്. നാസിക്കിൽ തന്നെ ഉള്ളൊരു മറ്റൊരു മാർക്കറ്റാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയത്. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്കൊക്കെ ഉള്ള മോസ്റ്റ് ഓഫ് ദ തക്കാളിയുടെ ഡിമാൻഡ് ഇവരാണ് ഫുൾഫിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഉദ്ദേശം, ഈ മാർക്കറ്റ് സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം ഇതിൻ്റെ തക്കാളിക്ക് വേണ്ട വില നിശ്ചയിക്കുക, അത് ആ വില കൃത്യമായി കർഷകർക്ക് നൽകുക. ഈ രണ്ട് പർപ്പസാണ് അതിന് മെയിനായിട്ടുള്ളത്. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള അവരുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിലുള്ള ഒരു മാർക്കറ്റാണിത്. നല്ല തക്കാളികൾ ഇതാണ് നമ്മുടെ ഗൾഫ് കൺട്രീസിലോട്ടും യൂറോപ്പിലോട്ടും അമേരിക്കയിലും ഒക്കെ കയറ്റിവിടുന്നത്. ചെന്നൈ സിറ്റിയിൽ തന്നെ ഓൾമോസ്റ്റ് തക്കാളിയുടെ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നത് ഇവിടുന്നാണ്. ഞാനൊന്ന് പോയി നോക്കുമായിരുന്നു എങ്ങനെയുണ്ട് ഇവിടുത്തെ, എന്താണ് ഇതിൻ്റെ പരിപാടിയൊക്കെ. ചെന്ന സമയം ഇത്തിരി ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് അവർ പാക്ക് ചെയ്ത് പുറത്തൊരു ലേലം വിളിച്ച് അതത് വണ്ടികളിലേക്ക് കയറ്റുന്നൊരു പ്രൊസീജിയറാണ്. അപ്പം അത് അടുക്കി വെക്കുന്നു, അത് പാക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നത്. തരംതിരിക്കലും ഇതൊക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റമാണ്. അതെല്ലാം പുറത്തോട്ട് പോകാനുള്ളതാണ്. നമ്മുടെ നാട്ടിലോട്ടും കേരളത്തിലേക്കും ഇവിടെ നിന്നാണ് തക്കാളി എത്തുന്നത്. ഇവിടെ നേരെ കോയമ്പത്തൂർ വരുന്നു. കോയമ്പത്തൂരിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്കുള്ള തക്കാളിയിൽ സപ്ലൈ ചെയ്യുന്നത്. അത് മോസ്റ്റ്ലി സൗത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ കോലാറാണ് സപ്ലൈ ചെയ്യുന്നത്. കർണാടകയിൽ അഗ്രികൾച്ചർ ആണല്ലോ അവരുടെ മെയിൻ ഇൻകം. കർണാടക സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് നന്നായിട്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ ലേലം വിളിച്ചെടുത്ത സാധനങ്ങളാണ്. അത് വണ്ടികളിട്ട് കയറ്റുന്നതിന് മുമ്പായിട്ടുള്ള ബോക്സിൽ അടുക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസമാണ് ചെന്നത്. ആ ചെന്ന സമയത്ത് 1 കിലോ തക്കാളിക്ക് 16 രൂപയായിരുന്നു വില. ഒരു ബോക്സിനകത്ത് 15-20 കിലോ അടുത്തുണ്ടാവും. ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം, സെക്കൻഡ് ക്വാളിറ്റി ഐറ്റം അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനീ പറഞ്ഞ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റത്തിനാണ് 16 രൂപ 1 കിലോ. അപ്പോൾ നമുക്ക് ചെന്ന് 1 കിലോ ആയിട്ട് മേടിക്കാൻ പറ്റില്ല, ബോക്സ് കണക്കിന് സാധനം വീട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റുമോ. നമുക്ക് കാണാം, ആൾക്കാർ എത്തുന്നു, ലോറിയിലോട്ട് സാധനങ്ങളൊക്കെ കയറി പോകുന്നു, പാക്ക് ചെയ്യുന്നു. ഇതിനോട് തന്നെ ഉണ്ടാവും ഡീലർമാരൊക്കെ ഉണ്ടാവും, ഇത് വിളിച്ചെടുക്കുന്നവരും. ഇതിനെ ഗുണം എന്താണെന്ന് വെച്ചാൽ കർഷകർക്ക് ചൂഷണം ഉണ്ടാകുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത്. ഇഷ്ടംപോലെ തൊഴിലാളികളുണ്ട്. സമയം ഒരു മഴ പിടിച്ച സമയമായിരുന്നു, മഴയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അതുമല്ല വെളുപ്പിനെ മാർക്കറ്റ് ഓപ്പൺ ആവും. അപ്പോൾ വണ്ടികളൊക്കെ പോയി കാണും ആ നേരം കൊണ്ട്. എന്നുവെച്ചാൽ വളരെ കുറച്ച് വണ്ടികൾ, എന്നാലും അത്യാവശ്യം വണ്ടികളുണ്ട് താനും. കാലി ബോക്സ് കൊണ്ടുപോയ, ഇതിനു മുമ്പ് ഇവിടുന്ന് ലോഡ് പോയ വണ്ടികൾ കാലി ബോക്സൊക്കെ ആക്കി, കാലി ബോക്സ് തിരിച്ചു വരുന്നു, അതിവിടെ ഇറക്കി കൊടുക്കുന്നു, പുതിയ ബോക്സുകൾ കയറ്റുന്നു, പോകുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. ഇത്ര മനോഹരമായിട്ടാണ് അവർ ഇത് അടുക്കുന്നത് നോക്കി. ഓക്കെ, പിന്നെ ഒരുപാട് പേർക്ക് ജോലിയാണ് ഈ ഒരു മാർക്കറ്റ് കൊണ്ട്. ഇതുമായിട്ട് ജീവിക്കുന്നത് ഒരുപാട് പേര്. സ്ത്രീജനങ്ങളെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സ്ത്രീകളൊക്കെ ഉണ്ട് ചുമട്ട് തൊഴിലാളികളായിട്ട്. ഇതൊരു ലോഡ് പോകാൻ വേണ്ടി കിടക്കുന്ന വണ്ടിയാണ്, ലോഡ് കയറാനായിട്ടുള്ള വണ്ടിയാണ്. പരിസരമൊക്കെ അല്പം മോശമായിരുന്നു. ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് അങ്ങനെയുള്ള നമുക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും വലിയ മോശമല്ല, എന്നാൽ മോശമാണ് എന്നുള്ളൊരവസ്ഥയിലാണ് മാർക്കറ്റൊക്കെ. എല്ലാത്തരം വണ്ടികളുണ്ട്. ഇതൊക്കെ ഈ തക്കാളിയുമായിട്ട് ഇങ്ങോട്ട് വന്ന വണ്ടികളാണ്. കർഷകർ, അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവല്ലോ, അവരൊക്കെ തക്കാളിയായിട്ട് കൊണ്ടുവരുന്ന വണ്ടികളാണ്. രണ്ടെണ്ണന്മാർ ബോക്സിന് പെയിൻ്റൊക്കെ അടിക്കുകയാണ്. ഏത് കടയിൽ നിന്നാണ് കയറി പോകുന്നത്, അതിൻ്റെ നമ്പർ, കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതൊരു 2-3 ഏക്കറിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നൊരു മാർക്കറ്റാണിത്. ഇഷ്ടം പോലെ തക്കാളിയാണ് താഴെ നിലത്ത് കിടന്നതിനെ കൊണ്ട് വണ്ടിയിൽ കയറ്റുന്നു ഇറക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇഷ്ടം പോലെ തക്കാളിയാണ്. ഇത് വൃത്തിക്ക് അടുക്കി വെച്ചേക്കുന്ന നോക്കി.
പക്ഷേ ഈ സമയത്ത് ഇത്തിരി ക്രൗഡ് കുറവാണ്. രാവിലെ 2 മണി 3 മണി സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ് ഇവിടെ. മെയിൻ റോഡിന് തൊട്ടടുത്താണ്, അതുകൊണ്ട് വണ്ടിക്കൊക്കെ സൗകര്യം തന്നെയാണ്. കോലാർ ടൗണിൽ തന്നെയാണിത്. കോലാർ ടൗണിൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ മാർക്കറ്റ് ഉള്ളത്. ഹൈവേയുടെ തൊട്ടടുത്താണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ആൾക്കാർ വരാനും പോകാനും ഒക്കെയുള്ള സൗകര്യം. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് ടണ്ണ് കണക്കിന് സാധനം പോയി കഴിഞ്ഞു. ബാക്കി ബാലൻസ് ഉള്ളതൊക്കെ ഓർഡർ അനുസരിച്ച് അവർ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തൊഴിലാളികൾ ഇതുമായി ബേസ് ചെയ്ത് ജോലി ചെയ്യുന്നു. ചേച്ചിമാരൊക്കെ ഉണ്ട് വെട്ടിയെടുക്കാനും അത് വണ്ടിയിൽ കയറ്റാനും ഒക്കെ ആയിട്ട്. അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാവരും പെട്ടെന്ന് വെട്ടിയൊക്കെ നിറച്ച് വണ്ടി കയറ്റാനുള്ള പരിപാടിയാണ്. ഇതൊരു വണ്ടിയുടെ ഡ്രൈവറാണ് പുള്ളി നിൽക്കുന്നത്. പുള്ളിയൊക്കെ കാണുക എന്താണ്. സൗത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് മാർക്കറ്റാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഉദ്ദേശിക്കുമല്ലോ അതിൻ്റെ വലിപ്പം എന്തുണ്ടാവും. ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഉണ്ട്, പോലീസുണ്ട്. തക്കാളിയൊക്കെ എല്ലാം അടുക്കി റെഡിയാക്കി വെച്ചേക്കാണ് വണ്ടിയിലോട്ട് കയറ്റാനായിട്ട്. ഇതൊക്കെ ഓരോരുത്തർ ലേലം വിളിച്ചെടുത്ത സാധനങ്ങളാണ് പല സ്ഥലങ്ങളിലോട്ട് പോകാനായിട്ടുള്ളത്. ചിലർ അടുക്കുന്ന ജോലിയിൽ ബിസിയാണ്. അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. ഇത് കാലി ബോക്സൊക്കെ തിരിച്ചു പോവുകയാണ്. ഇത് കർഷകരിലോട്ട് തന്നെ പോകുന്നു. അവരവിടെ നിന്ന് തന്നെ കൃഷിയെടുത്ത് നിന്ന് ഇത് പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വിടും. രാവിലെ സമയത്ത് ഭയങ്കര തിരക്കാണ്. നമുക്ക് ഇങ്ങനെ ഒന്ന് വീഡിയോ പോലും എടുക്കാൻ പറ്റൂല. അത്രയ്ക്ക് തിരക്കാണ്. അത്രയ്ക്ക് വണ്ടിയും ബഹളവും ഒക്കെയാണ്. ഇതൊരു ഒഴിഞ്ഞ സമയമാണ്. ഒരു 10 മണി സമയത്താണ് ചെന്നത്. ആ സമയത്ത് തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ഫസ്റ്റ് ക്ലാസ് തക്കാളി. ഇത് ഗവൺമെൻറ്റാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത്. അന്നത്തെ വില. ഞാൻ ചെല്ലുന്ന സമയത്ത് ഇതിന് കിലോയ്ക്ക് 16 രൂപയായിരുന്നു. 1 കിലോ തക്കാളിക്ക്. നമുക്ക് 15 കിലോയുടെയോ 20 കിലോയുടെയൊക്കെ ആയിട്ട് ബോക്സിലാണ് കിട്ടുക. നമുക്ക് എന്താ ഫ്രഷ് തക്കാളി. ഒരു ചേട്ടൻ ഒറ്റയ്ക്കിരുന്ന് അടുക്കുക. തക്കാളിക്ക് വേണ്ടി മാത്രമുള്ള മാർക്കറ്റാണെന്ന് പറഞ്ഞത്. ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു മാർക്കറ്റുണ്ട്. അത് എല്ലാ വെജിറ്റബിൾസും ഉണ്ടാവും അവിടെ. കോലാർ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല്, തക്കാളി, സിൽക്ക് ഇതിനൊക്കെ ഭയങ്കര പ്രശസ്തമാണ്. ഇവിടുത്തെ മെയിൻ, ഈ ജില്ലയുടെ തന്നെ മെയിൻ ഇൻകം ഇതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നത് അഗ്രികൾച്ചർ കൊണ്ടാണ്. അതിൽ പാല്, തക്കാളി, സിൽക്ക് ഇത് മൂന്നുമാണ് ഇവരുടെ കർഷകർക്ക് മെയിൻ ഇൻകമുള്ള കാര്യങ്ങൾ. ഇതെല്ലാം അടുക്കി വെച്ച് കഴിഞ്ഞു. വണ്ടിയിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് റെഡി ചെയ്യാൻ നിൽക്കുകയാണ്. കമ്മീഷൻ ഏജന്റുമാരുടെ കടകളൊക്കെ നമുക്ക് തൊട്ട് സൈഡിൽ തന്നെ കാണാൻ പറ്റും. കുറേയൊക്കെ അടച്ചു കാര്യം അവരുടെ ബിസിനസ് കഴിഞ്ഞു. എല്ലാവരും പോയി കാണാം. പിന്നെ വണ്ടി പോകാനുള്ളവരുടെ മാത്രം കടയൊക്കെ തുറന്നു വെച്ചിട്ട് അവരും ഉണ്ടാകും അവിടെ. എല്ലാം കാലി ബോക്സ് കിടക്കുകയാണ്. അത് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. തിരിച്ച് ഓരോ സൊസൈറ്റിയിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടി തന്നെ ലോറി ഇപ്പം വരും. ആ ലോറിക്കകത്ത് ഇത് കയറ്റി അത് കർഷകരുടെ അവരുടെ സൊസൈറ്റിയിലൊക്കെ പോകുന്നു. പല സ്റ്റേറ്റിലുള്ളവരെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഹിന്ദിക്കാരെ കണ്ടു, തമിഴ് സംസാരിക്കുന്നവരെ കണ്ടു, എല്ലാവരും ഉണ്ട് ഇവിടെ.
ഇത് കണ്ടോ, ഇത് ഒരാൾ ലേലം വിളിച്ചെടുത്ത വണ്ടി, അത് ചെറിയൊരു വണ്ടിക്ക് പോകാനുള്ളതാണ്, ലേലം വിളിച്ച് നിർത്തിയേക്കുന്നത്. ഇപ്പോൾ വണ്ടി വരുന്നു, കയറ്റി പോന്നു. ഇതാണ് ഇവിടുത്തെ സ്ഥിരം കാഴ്ചകൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.